മ്യാൻമറിൽ ഭൂകമ്പത്തിൽ മരണം 1000 കടന്നു. 2000-ലധികം പേർക്ക് പരിക്കേറ്റു. നിരവധി പേർ തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. തലസ്ഥാനമായ നായ്പിഡോയിലെ ജയിലിൽ കഴിയുന്ന ആങ് സാങ് സൂചി സുരക്ഷിതയെന്നാണ് വിവരം. വാർത്താ സംവിധാനം ഒരുക്കാൻ സഹായിക്കുമെന്ന് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് കമ്പനി അറിയിച്ചു. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. മെറിൻ, മരണസംഖ്യ നമ്മൾ ഇപ്പോൾ കാണുന്നൊന്നും ആവില്ല എന്നത് സങ്കടപൂർവ്വം തിരിച്ചറിയണ്ടേ? ഹാഷ്മി, ദുരന്തത്തിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ടെന്ന് ഓരോ മിനിറ്റിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. പ്രധാനമായും ഇപ്പോൾ മരണം 1000 കടന്നിരിക്കുന്നു. 2000-ലധികം പേർക്ക് പരിക്കേറ്റുവെന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇതിൽ പ്രധാനമായും ഏറ്റവും കൂടുതൽ മരണം അല്ലെങ്കിൽ നാശനഷ്ടമുണ്ടായിരിക്കുന്നത് മ്യാൻമറിലെ രണ്ടാമത്തെ നഗരമായ മാൻഡലയിലാണ്. ഈ മാൻഡലയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ്. ഈ നഗരത്തിലാണ് കനത്ത നാശനഷ്ടമുണ്ടായിരിക്കുന്നത്. ആ നഗരം തന്നെ തകർന്നടിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം എന്ന് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരം തന്നെയാണ്, സങ്കടം നൽകുന്ന ഒരു വിവരം തന്നെയാണ് അവിടെ നിന്ന് വരുന്നത്. നേരത്തെ തന്നെ അമേരിക്കയുടെ US ജിയോളജിക്കൽ സർവേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്നലെ ഭൂകമ്പമുണ്ടായപ്പോൾ തന്നെ അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത്രത്തോളം അതൊരു കനത്ത ഒരു ഭൂകമ്പമാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ കൂടിയേക്കാമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇപ്പോൾ കനത്ത ഈ ദുഷ്കരമായ സാഹചര്യത്തിൽ പോലും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. രക്ഷാപ്രവർത്തകർ പറയുന്നത് ഞങ്ങളുടെ വെറും കൈയാണെങ്കിൽ ഉപയോഗിച്ചു പോലും ജീവനുള്ളവരെ അവശേഷിക്കുന്നവരെ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. സമയം പാഴാക്കാതെ ഞങ്ങൾ ജീവൻ തുടിക്കുന്നവരെ അവരിലേക്ക് എത്തിച്ചേരാനാണ് ശ്രമിക്കുന്നതെന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്, അതും ഒരു വെല്ലുവിളിയാണ്. നേരത്തെ തന്നെ അവിടെ ഒരു പട്ടാള ഭരണകൂടമുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര കലാപങ്ങൾ അതിരൂക്ഷമാണ്. അതുകൊണ്ട് ഇന്റർനെറ്റ് സംവിധാനങ്ങളും വാർത്താവിനിമയ സംവിധാനങ്ങളുമൊക്കെ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് കമ്പനി അവിടെ വാർത്താവിനിമയ സംവിധാനം സഹായം ഒരുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ലോകരാജ്യങ്ങളുടെ സഹായം ഇപ്പോൾ മ്യാൻമാറിലെ സൈനിക മേധാവി അഭ്യർത്ഥിച്ചു. അതിനു മുൻപ് തന്നെ ഇന്ത്യ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. ഇന്ന് 15 ടൺ അവശ്യ സാധനങ്ങളുമായിട്ട് ഇന്ത്യയിലെ സൈനിക വിമാനം മ്യാൻമറിൽ എത്തിയിട്ടുണ്ട്. അതിൽ സ്ലീപ്പിംഗ് ബാഗുകളുണ്ട്, ആന്റിബയോട്ടിക്കുകളുണ്ട്, അത്യാവശ്യം വരുന്ന സാധനങ്ങളെല്ലാം 15 ടൺ സാധനങ്ങളാണ് ഇന്ത്യ എത്തിച്ചിരിക്കുന്നത്. സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് അമേരിക്ക, ഫ്രാൻസ്, അതുപോലെ തന്നെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഈ ഒരു ദുരന്തത്തിൽ മ്യാൻമാറിനൊപ്പമാണെന്നും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നുവെന്നും ഈ രാജ്യങ്ങളെല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും അത്രത്തോളം മ്യാൻമാറിനെയും അതുപോലെ തന്നെ ബാങ്കോക്കിനെയും ഈ ഒരു ഭൂകമ്പം തകർത്തെറിഞ്ഞു തന്നെ എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നേരത്തെ തന്നെ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളാണ് തകർന്നു വീണത്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു ഭൂചലനമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ മുകളിലെ സ്വിമ്മിംഗ് പൂളുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് തൂകുന്ന കാഴ്ചകളെല്ലാം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.